അധ്യായം 57. കീർത്തിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കുന്നു. അവളെ രക്ഷിക്കാൻ പോകാൻ നിന്ന വരുണിനെ സഞ്ജു വിലങ്ങു വെച്ച് പൂട്ടിയിടുന്നു. ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും ഫോട്ടോ കാണിച്ച് ചോദ്യം ചെയ്യുന്നു. കീർത്തിക്ക് ഒന്നും അറിയാത്തതിനാൽ അവളെ മോചിപ്പിക്കുന്നു. സഞ്ജു അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നു. വരുണിനെ തുറക്കാനുള്ള ചുമതല കീർത്തിയുടെ കയ്യിലാവുന്നു. വരുൺ ആ മുറിയിൽ ചങ്ങലയിൽ കിടന്ന് പിടയുന്നു. കീർത്തി വാതിൽ തുറന്നകത്ത് കയറി. സഞ്ജുവിനെ കൊല്ലാനുള്ള ദേഷ്യവുമായി വരുൺ അവിടെ കാത്തിരിക്കുകയായിരുന്നു. വരുണിന്റെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീളുന്നു. അവിടെ കീർത്തിയെ കണ്ടതും അവന്റെ ദേഷ്യമെല്ലാം പതിയെ ഇല്ലാതായി. കീർത്തി വന്ന ഉടനെ വരുണിനെ പോയി കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് കയ്യിൽ നിന്നും താക്കോലെടുത്ത് അവന്റെ വിലങ്ങുകൾ അഴിച്ചു മാറ്റി. കീർത്തിയുടെ പെർഫ്യൂമിന്റെയും വിയർപ്പിന്റെയും സുഗന്ധം വരുണിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. കീർത്തി അവന്റെ ഒരു കൈ തുറന്നപ്പോൾ തന്നെ അവൻ അവളെ പിടിച്ചു നെഞ്ചോട് ചേർത്തു. അവൾ അവന് വിധേയയായി നിന്നുകൊടുത്തു. അടുത്ത നിമിഷം അവളെ നീക്കി നിർത്തി അവൻ മുടി മുതൽ പാദം വരെ നിരീക്ഷിച്ചു. വരുൺ പരിഭ്രമത്തോടെ അവളോട് ചോദിച്ചു, താൻ ഓക്കേ അല്ലേ? അവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല വരുൺ. അവരെന്തിനാ വെറുതെ എന്നെ ഉപദ്രവിക്കേണ്ട കാര്യം? ഞാനെന്താ വല്ല തീവ്രവാദി വല്ലതും ആണോ? റോഡരികിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. എന്നെയും ജിതിനെയും ആ പോലീസുകാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോയേ പറ്റൂ. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ സ്റ്റേഷനിൽ പോയി. സഞ്ജു വന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു, അത്ര തന്നെ. കീർത്തി സംസാരിക്കുന്നതിനിടയിൽ വരുൺ തന്റെ ഇടത് കൈ കീർത്തിയുടെ അരക്കെട്ടിലേക്ക് വെച്ച് അവളെ ചേർത്ത് പിടിച്ച് വാതിൽ കാലുകൊണ്ട് അടച്ചു. അവൻ കീർത്തിയുടെ സിൽക്ക് പോലുള്ള മുടിയിലൂടെ വിരൽ ഓടിക്കാൻ തുടങ്ങി. കീർത്തിയുടെ മുഖം വിരൽത്തുമ്പാൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. വരുണിന്റെ ഈ പെരുമാറ്റത്തിൽ കീർത്തിയുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. കാരണം അവൾ ഇതുവരെയും ഇങ്ങനെയുള്ള ഒരു വരുണിനെ കണ്ടിട്ടില്ല. ആ നിമിഷം വരുൺ അതിരുകൾ കടക്കാൻ വെമ്പൽ കൊള്ളുന്നവനായിരുന്നു. അവന്റെ കണ്ണുകൾ കീർത്തിയുടെ പിങ്ക് നിറമുള്ള ചുണ്ടുകളെ വട്ടമിട്ട് പറന്നു. അവളുടെ ചുണ്ടോട് അവൻ ചുണ്ട് ചേർക്കാൻ ഒരുങ്ങിയതും കീർത്തി അവളുടെ തല സൈഡിലേക്ക് തിരിച്ച് ഉറക്കെ തുമ്മാൻ തുടങ്ങി. സോറി വരുൺ. കീർത്തി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ടവൽ എടുത്ത് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു. ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് പനി കിട്ടിയെന്നാ തോന്നുന്നത്. വൈകുന്നേരം തുടങ്ങിയ തുമ്മല. എന്റെ അടുത്തേക്ക് ക്ലോസ് ആയി വരണ്ട. ഇയാൾക്കും ജലദോഷം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് അസുഖങ്ങൾ പകരാൻ ചാൻസ് വളരെ കൂടുതലാ. തിരിച്ചും അങ്ങനെ തന്നെ. എന്റെ അടുത്തുനിന്ന് ഇയാൾക്ക് അസുഖം വരണ്ട. എനിക്ക് സങ്കട. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഒരു കയ്യകലത്ത് നിന്നാ മതി. ഞാൻ പറയുന്നത് മനസ്സിലായോ? കീർത്തി തന്റെ വാക്കുകൾ പൂർത്തിയാക്കി. അവൾ കയ്യിൽ പിടിച്ച തുവാലയിലേക്ക് നോക്കി പറഞ്ഞു, ഓ ഗോഡ്, ഇത് സഞ്ജുവിന്റെ തുവാലയല്ലേ? ഞാനത് കൊടുത്തിട്ട് വരാവേ. ഇതും പറഞ്ഞ് കീർത്തി പോകാൻ തിരിഞ്ഞപ്പോൾ അവളുടെ കൈകൾ ചങ്ങലയിൽ കുടുങ്ങി. അടുത്ത നിമിഷം കീർത്തിയുടെ ശരീരം ശക്തമായ വലിയിൽ ആഞ്ഞുലഞ്ഞു പോയി. അവൾ അടുത്തുള്ള കട്ടിലിലേക്ക് വീണു. ഉടനെ തന്നെ വരുൺ അവൾക്ക് മുകളിലേക്ക് കിടന്നു. വരുണിന്റെ കനത്ത ശരീരത്തിനടിയിൽ കീർത്തി കിടന്നു പിടഞ്ഞു. വരുൺ അവളുടെ ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഗാഠമായി ചുംബിച്ചു. വരുണിന്റെ ഈ ആക്രമണത്തിന് കീർത്തി ഒട്ടും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവന്റെ ഈ രീതി അവൾക്ക് ഇഷ്ടപ്പെട്ടു. കീർത്തിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ വരുൺ അവളെ മോചിതയാക്കി. അപ്പോൾ അവൾ പരിഭവം പോലെ പറഞ്ഞു, എന്താ ഇത് വരുൺ? ഇനിയിപ്പോ ഇയാൾക്കും ജലദോഷം വരില്ലേ? എന്റെ അടുത്തുനിന്ന് അകന്ന് നിൽക്കാൻ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇനി അസുഖം വന്ന ഒറ്റയ്ക്ക് അനുഭവിച്ചോ, ഞാൻ നോക്കൂല. ഞാൻ പോയി തുവാല സഞ്ജുവിന് കൊടുത്തിട്ട് വരാം. ഇതും പറഞ്ഞ് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പോയ കീർത്തിയെ വരുൺ അവിടെ പിടിച്ചു വെച്ചു. നീ എന്താ ഇങ്ങനെ വെറും ബുദ്ധൂസാവുന്ന കീർത്തി? നീ ഉപയോഗിച്ച തൂവാലയാണോ അവന് കൊടുക്കാൻ പോകുന്നത്? അവനത് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മുതൽ കയ്യിൽ എപ്പോഴും ഒരു തൂവാല വെക്കണം കേട്ടോ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ അസുഖത്തിന്റെ കാര്യം, നിന്റെ അസുഖം എനിക്ക് പകരുന്നത് എനിക്ക് ടെൻഷനുള്ള കാര്യമൊന്നുമല്ല, പകരം ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് ഒന്നിച്ച് പനിച്ച് കിടക്കാലോ. അടിപൊളിയല്ലേ അത്? കുറച്ചു നേരം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കടിച്ച ശേഷം വരുൺ കീർത്തിയെ റൂമിലേക്ക് പറഞ്ഞയച്ചു. റൂമിലേക്ക് പോയ ഉടൻ സഞ്ജു അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അവൻ വരുണിൽ നിന്ന് കൃത്യമായ ഒരു അകലം പാലിച്ചായിരുന്നു നിന്നത്. കാരണം പോലീസ് സ്റ്റേഷനിൽ പോകാതെ തടഞ്ഞു വെച്ചതിന് വരുണ് തീർത്താൽ തീരാത്ത കലിയുണ്ടാകുമെന്ന് അവനും അറിയാമായിരുന്നു. വരുൺ സഞ്ജുവിനെ രൂക്ഷമായ കണ്ണുകളോടെ നോക്കി അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. സഞ്ജു അവന്റെ അടുത്തേക്ക് ചെന്നു. അവൻ അതേ രൂക്ഷതയോടെ ചോദിച്ചു, നിന്റെ കർച്ചീഫ് എങ്ങനെയാ കീർത്തിയുടെ കയ്യിൽ വന്നേ? അവളെ സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് വലിയ മിടുക്കാണല്ലോ. എന്നെ ഒഴിവാക്കി പോലും നീ അവളെ നോക്കുന്നല്ലോ. നീ ആരാ, വലിയ ഹീറോയോ? വരുൺ വെറുതെ സഞ്ജുവിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവന്റെ കുശുമ്പ് കണ്ട് സഞ്ജുവിന് ചിരി വന്നെങ്കിലും അവൻ അത് അടക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നു വരുണേ, നീ എന്താ ഇങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും എന്നെ സംശയിക്കുന്നത്? നിന്നെ ഞാൻ ഇവിടെ തടഞ്ഞു വെച്ചത് എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം.
അതിന്റെ ദേഷ്യത്തിലാണ് നീയെന്നും എനിക്കറിയാം. പക്ഷെ ഒന്ന് നീ ഓർത്തു നോക്കിയേ, ഞാൻ അത് ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരുമായിരുന്നു. നിനക്ക് അവളെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അത് തന്നെയല്ലേ ചെയ്ത്. പിന്നെ എന്റെ തൂവാൽ അവളുടെ കയ്യിൽ വന്നത് അവൾ നിർത്താതെ തുമ്മുന്നത് കണ്ടു കൊടുത്തതാ. നിന്റെ ഭാര്യ ആയതുകൊണ്ട് അവളുടെ അടുത്ത് മാനുഷിക പരിഗണന കാണിക്കാൻ പാടില്ലെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സോറിടാ, ഇനി ആവർത്തിക്കില്ല. ഇങ്ങനെ പോസസീവ് ആവരുത് മരങ്ങോടാ. അവൾ എന്റെ പെങ്ങളാടാ കുരങ്ങ. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? തുമ്മല് നിന്നില്ലേ? ഇല്ല. ഇല്ലെന്ന് പറയുക മാത്രമല്ല, വരുൺ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സഞ്ജുവിനെ തള്ളി മാറ്റി റൂമിന് വെളിയിലേക്ക് പോകാൻ തുടങ്ങി. സഞ്ജുവും അവനെ അനുഗമിച്ചു. വരുൺ പറഞ്ഞു, അവളുടെ ജലദോഷം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡോക്ടറെ വിളിച്ചാലോ? ഇനി അഥവാ വല്ല പനിയും വന്നല്ലോ. വലിയ ആളായി 2-3 ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായ പ്രശ്നമായത്. ശരിക്കും തലയ്ക്ക് ഓരോന്ന് കൊടുക്ക വേണ്ടേ? വരുൺ ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു. അവൻ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കാനായി ഒരുങ്ങി. അത് കണ്ടതും സഞ്ജു ചെന്ന് അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ശരിക്കും പൊട്ടനാണോ വരുൺ? നിന്റെ ഭാര്യ 4 തുമ്മല് തുമ്മിയപ്പോഴേക്കും ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു. ജലദോഷപ്പനിക്കൊക്കെ വീട്ടില് വല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചാ പോരെ? നിനക്ക് ഓർമ്മയില്ലേ അമ്മ നമുക്ക് മരുന്നുണ്ടാക്കി തരാറുള്ളത്? ഇപ്പൊ അങ്ങനെ വല്ലതും ചെയ്യാൻ നോക്ക്. പിന്നെ ജനറലി ഈ ലേഡീസിന് ഇങ്ങനെ പാർട്ട്നേഴ്സ് സ്നേഹപൂർവ്വം ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ്. സഞ്ജു അത് പറഞ്ഞപ്പോൾ വരുണിന്റെ ഉള്ളിൽ പണ്ട് അവനെയും സഞ്ജുവിനെയും കൂടെ ഇരുത്തി അമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതും കഷായം ഉണ്ടാക്കുന്നതും ഒക്കെ ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് വരുൺ എപ്പോഴും പെട്ടെന്ന് ജലദോഷവും പനിയും വരാറുണ്ടായിരുന്നു. അമ്മ അപ്പോഴൊക്കെ ചുക്ക് കാപ്പിയും പ്രത്യേക കൂട്ടുള്ള മരുന്ന് കഷായവും ഉണ്ടാക്കാറുണ്ടായിരുന്നു. വരുൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജു അമ്മയുടെ കൂടെ വളരെ ശ്രദ്ധാപൂർവം ഓരോന്ന് ചെയ്യുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതിന് സഹായിക്കുന്നതും ഒക്കെ അവന്റെ ഓർമ്മയിൽ മിന്നി മറഞ്ഞു. പെട്ടെന്ന് കണ്ണുകൾ തിളങ്ങി. അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നീ പറഞ്ഞത് കറക്റ്റാണ് സഞ്ജു. ഈ ജലദോഷത്തിനും പനിക്കൊന്നും ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ മരുന്നുണ്ടാക്കി കൊടുക്കാം. നീ റെസ്റ്റ് എടുക്ക്. ഞാൻ പോയി എന്റെ പൊണ്ടാട്ടിക്ക് മരുന്നുണ്ടാക്കിയിട്ട് വരാം. വരുൺ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. കുറുപ്പും അടുക്കളയിൽ ഉണ്ടായിരുന്നു. മറ്റു ജോലിക്കാർ പെട്ടെന്ന് വരുണിനെ അവിടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. അവൻ കുറുപ്പേട്ടനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കുറുപ്പേട്ടൻ കുറെ പ്രാവശ്യം മരുന്ന് അയാൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വരുൺ സമ്മതിച്ചില്ല. അവൻ സ്വയം ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. കുറുപ്പ് അവൻ ആവശ്യമുള്ളത് എടുത്തു കൊടുക്കാൻ നിന്നു. പുറത്തുനിന്ന് എല്ലാവരും വരുൺ ചെയ്യുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് വരുൺ തിരിഞ്ഞു നോക്കി. കീർത്തിയായിരുന്നു അത്. പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ടപ്പോൾ വരുണിന് ചെറുതായി ചമ്മൽ തോന്നി. അവൻ കുറുമ്പോടെ അവളോട് ചോദിച്ചു, നീ എന്താ ഇവിടെ കാണിക്കുന്നത്? നിന്നോട് റൂമിൽ റെസ്റ്റ് എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. കീർത്തി തന്റെ 2 കൈകളും നെഞ്ചോട് പിണച്ചു വെച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താ പരിപാടി? എനിക്ക് വേണ്ടി സ്പെഷ്യലായി എന്തോ ഉണ്ടാക്കുന്നുണ്ടല്ലോ. റെസ്റ്റ് എടുക്കാനും മാത്രം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ നിന്റെ അസുഖം പോയോന്ന്. വരുൺ അങ്ങനെ പറഞ്ഞുകൊണ്ട് കീർത്തിയുടെ നെറ്റിയിലേക്ക് കൈവച്ചു. അവളുടെ ശരീരോഷ്മാവ് അളക്കാൻ തുടങ്ങി. പെട്ടെന്ന് വരുണിന്റെ കൈ അവളുടെ കവിളിലൂടെ സ്പർശിച്ച് കഴുത്തിലൂടെ താഴേക്ക് ഇറങ്ങി അവളുടെ അരക്കെട്ടിലേക്ക് ചുറ്റിപ്പിടിച്ചു. അവൻ പതിയെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വരുണിന്റെ ഈ പെരുമാറ്റത്തിൽ കീർത്തി ആകെ അമ്പരന്ന് പോയിരുന്നു. കാരണം അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് തന്നോട് അഫെക്ഷൻ കാണിക്കാനും മാത്രം വരുൺ മാറിയത് അവളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തന്നെയായിരുന്നു. വരുണിന്റെ ഈ മാറ്റം കീർത്തിയെ പോലെ എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. കീർത്തിയുടെ ശ്വാസം കനത്തു തുടങ്ങി. വരുൺ അവളുടെ കാതിനരികിൽ വന്ന് മെല്ലെ പറഞ്ഞു, നിന്റെ ശ്വാസത്തിന് നല്ല ചൂടുണ്ട്. ഉള്ളില് പനി കാണും. ഞാൻ ഉണ്ടാക്കിയ ഈ മരുന്നും ചുക്ക് കാപ്പിയും കൂടി കുടിച്ചാൽ എല്ലാം മാറിക്കോളും. അതിന് കീർത്തി മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കുറുപ്പേട്ടന്റെ ശബ്ദം കേട്ടു. കുഞ്ഞ്, കഷായം റെഡിയായി. ഞാനത് മുകളിലേക്ക് കൊണ്ടുതരാം. ഇത് കുടിച്ചിട്ട് കീർത്തി കുഞ്ഞൊന്ന് കിടന്നുറങ്ങിയ ക്ഷീണമൊക്കെ പോയിക്കോളും. അയാൾ പറയുന്നത് കാര്യമാണെന്ന് വരുണ് തോന്നി. അവൻ തലയാട്ടി. പെട്ടെന്ന് അവൻ കീർത്തിയെ കൈകളിൽ കോരിയെടുത്ത് മുകളിലെ റൂമിലേക്ക് നടന്നു. കുറുപ്പേട്ടൻ അപ്പോൾ തന്നെ ചുക്ക് കാപ്പിയും കഷായവും മുകളിലേക്ക് കൊണ്ടുകൊടുത്തു. വരുൺ വേഗം തന്നെ കീർത്തിയെ കൊണ്ട് കഷായം കുടിപ്പിച്ചു. പിന്നെ പതിയെ അതിനു മുകളിൽ ചുക്ക് കാപ്പിയും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് കീർത്തി കട്ടിലിൽ പുതപ്പ് കൊണ്ട് മൂടി പുതച്ച് കിടക്കുകയായിരുന്നു. വരുൺ അവളുടെ കൂടെ കയറി കിടന്നു. കീർത്തിയുടെ ശരീരത്തിന്റെ ഇളം ചൂട് അവനെ വളരെയധികം ഇഷ്ടമായിരുന്നു. ആ കിടപ്പിൽ അവരങ്ങനെ ഉറങ്ങിപ്പോയി. കുറച്ചു സമയത്തിന് ശേഷം വരുൺ ഉണർന്നപ്പോൾ അവൻ വേഗം കീർത്തിയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. കീർത്തിയുടെ പനി കുറയുന്നതിന് പകരം
കൂടുകയാണ് ചെയ്തത്. അവൻ വീണ്ടും എഴുന്നേറ്റ് പോയി അടുക്കളയിലെ കഷായം ഒന്നുകൂടി എടുത്ത് കീർത്തിയെ കൊണ്ട് കുടിപ്പിച്ചു. എന്നിട്ട് അവളെ തട്ടി ഉറക്കി. കീർത്തിയെ ഉറങ്ങാൻ വിട്ടിട്ട് വരുൺ തന്റെ സ്റ്റഡി റൂമിലേക്ക് പോയി. സഞ്ജു അപ്പോഴും കിടന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അടുത്ത നിമിഷം വരുൺ അകത്തേക്ക് കയറുന്നത് കണ്ടു. അവനെ കണ്ടതും സഞ്ജു ചോദിച്ചു, കീർത്തിക്ക് എങ്ങനെയുണ്ട്? ജലദോഷമൊക്കെ മാറിയോ? തുമ്മല് നിന്നിട്ടുണ്ട്, പക്ഷെ പനിക്ക് കുറവൊന്നുമില്ല. ഞാനിപ്പോ കഷായം കൊടുത്തിട്ട് വന്നേ ഉള്ളൂ. വരുൺ മറുപടി പറഞ്ഞു കഴിഞ്ഞതും അവർക്കിടയിൽ കുറച്ചു നേരത്തേക്ക് ഒരു നിശബ്ദത പടർന്നു. വരുൺ സഞ്ജുവിനോട് ഗൗരവത്തിൽ ചോദിച്ചു, എന്തിനാ കീർത്തിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേ? നീ ഊഹിച്ചതുപോലെ വല്ലതുമാണോ? വരുൺ ഇത് ചോദിക്കാനായിട്ടാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നതെന്ന് സഞ്ജുവിന് മുന്നേ തന്നെ മനസ്സിലായിരുന്നു. അവൻ മറുപടി പറയാൻ തുടങ്ങി. നമ്മൾ ഊഹിച്ചത് ശരി തന്നെ വരും. കീർത്തിയെ അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് നിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കൊടുത്തിട്ട് ആരാ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. എന്നാ കീർത്തിക്ക് നിന്നെ കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടും മുഖമുടിയില്ലാത്ത നിന്നെ കാണാത്തത് കൊണ്ടും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിനി വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാ ഭാവിയിൽ അവൾ നിന്റെ മുഖം കണ്ട എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. കാരണം അവൾ അത്രയ്ക്ക് നിഷ്കളങ്കയാ. അവൾക്ക് കള്ളം പറയാൻ അറിയില്ല. നീയും കണക്ക. അവളുടെ മുന്നിൽ നിനക്കും കള്ളത്തരം ചെയ്യാൻ കഴിയില്ല. ഈ പ്രാവശ്യം അവൾ പോലീസിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇനി ഒരു തവണ കൂടി അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. സഞ്ജു പറയുന്നതിന്റെ ഗൗരവം വരുണിന് മനസ്സിലായി. കീർത്തിയുടെ കാര്യം ആലോചിച്ച് അവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ഭയം വളരാൻ തുടങ്ങി. വരുൺ കാരണം കീർത്തിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ? കീർത്തിയുടെ നിഷ്കളങ്കത വരുണിനെ പോലീസ് മുന്നിൽ തുറന്ന് കാണിച്ചു കൊടുക്കുമോ?